ഹായ് വെൽക്കം ടു ജിൻഷ ടെക് ആൻഡ് ഗെയിമിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഫോണിലിപ്പം കുറേ പേർക്ക് വരാവുന്നൊരു ഇഷ്യൂ ആണ് ആപ്ലിക്കേഷൻ നോട്ട് ഇൻസ്റ്റാൾ പ്രോബ്ലം. ഓക്കെ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു ഇഷ്യൂ കുറേ വരുന്നുണ്ട്, കുറേ പേർക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനല്ല, കുറച്ച് സൊല്യൂഷൻസ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ സൊല്യൂഷനും കണ്ടുനോക്കണം, കാരണം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് വർക്ക് ആവുക എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. അപ്പം സ്റ്റെപ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. പിന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് ജസ്റ്റ് കമൻറ്റ് കൂടെ ചെയ്യാം. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് ഞാൻ പറയാം. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ നോട്ട് ഇൻസ്റ്റാൾഡ് വരാനുള്ള റീസൺസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിനെ കമ്പാറ്റബിൾ അല്ലായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ചിലപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ആവില്ല. ഒന്നാമത്തെ റീസൺ അതാണ്. പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾ കയറ്റുന്ന ആപ്ലിക്കേഷൻ ഒരു ഹ്യൂജ് സൈസുള്ളതാണെങ്കിൽ, ഇപ്പോൾ ഒരു നല്ല സൈസ് ഒരു 1 GB അല്ലെങ്കിൽ 2 GB ഒക്കെ സൈസുള്ളൊരു ഗെയിമാണെന്ന് വിചാരിക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷവും നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ ഒരു 1 GB 2 GB ഒക്കെ ഫ്രീ സ്പേസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയൊക്കെ ഫ്രീ സ്പേസ് ഉണ്ടല്ലോ, പിന്നെ എന്ത് ഇഷ്യൂ വരാനാണ്. ഓക്കെ, പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ചില സമയത്ത് നമ്മൾ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്, വലിയ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഒരു 1 GB 2 GB നമ്മളൊക്കെ ആപ്ലിക്കേഷൻസ് ഗെയിംസ്, ഓക്കെ, അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ അറ്റ്ലീസ്റ്റ് 2 GB 3 GB ഫ്രീ സ്പേസ് വേണം. ഓക്കെ, എങ്കിൽ മാത്രമേ അത് കളിക്കാൻ പറ്റുള്ളൂ, എങ്കിൽ മാത്രമേ ഇത് ഇൻസ്റ്റാൾ ആവുള്ളൂ. ഓക്കെ, അങ്ങനത്തെ ഇഷ്യൂ ഉണ്ട്. കുറച്ച് നല്ല രീതിയിലുള്ള സ്റ്റോറേജ് ഫ്രീ ആയിട്ട് ഉണ്ടായിരിക്കണം നിങ്ങളുടെ ഫോണിൽ. അപ്പോൾ അത് നിങ്ങൾ എന്താ പറയുക, ജസ്റ്റ് ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം സ്റ്റോറേജ് അത്യാവശ്യം നല്ലോണം ഉണ്ടോ എന്ന്. ഓക്കെ, അപ്പം അതുകൊണ്ട് എന്താ പറയുക, ഇങ്ങനെ ഒരു പ്രോബ്ലം വരാം. പിന്നെ മൂന്നാമത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത്, അത് വേറെ ഒന്നുമല്ല. ഇപ്പം നിങ്ങളുടെ ഫോണൊക്കെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ഫോണൊക്കെ ഇപ്പോൾ ആൻഡ്രോയിഡ് 10 11 ആണ്. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണും ആൻഡ്രോയിഡ് 10 അതിൻ്റെ മുകളിലേക്കുള്ള വേർഷൻസ് ആണ്. ഓക്കെ, ഓൾഡ് വേർഷൻസ് അല്ല. അപ്പോൾ ഈ ന്യൂ വേർഷൻസ് ആയിട്ടുള്ള ഫോണുകൾ, അതായത് നമ്മുടെ ഈ ആൻഡ്രോയിഡ് 10 11 ആയിട്ടുള്ള വേർഷൻസിൻ്റെ ഫോണിന് ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കൊരു ഗുണമാണത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണൊക്കെ ഒന്നും കൂടെ ഹൈ സെക്യൂരിറ്റി ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഒന്നും കൂടെ ഹൈ സെക്യൂർഡ്. നമുക്ക് ഐഫോണിൻ്റെ ഒക്കെ ബേസ് എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഐഫോണൊക്കെ നിൽക്കാൻ സെക്യൂരിറ്റിയിൽ ഹൈ ആയി കിടക്കുന്ന ഫോണാണ്. അതുകൊണ്ട് തന്നെ മോഡ് ആപ്ലിക്കേഷൻസ് ഒന്നും അതിൽ വർക്കാവില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റിയാണ്. നമ്മുടെ പ്രൈവസി, അതുപോലെ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും, ഈ മോഡ്സൊക്കെ ഓരോരുത്തർ പേഴ്സണലി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഒരു കമ്പനി അല്ല, അതൊക്കെ പേഴ്സണലായിട്ട് ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അവർക്ക് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഡാറ്റാസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. മോഡ് ആപ്ലിക്കേഷനൊക്കെ അതുകൊണ്ടാണ് ഐഫോണൊക്കെ നിരോധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്താ പറയുക, ആൻഡ്രോയിഡ് 11 10 അത്യാവശ്യം ഐഫോണിൻ്റെ അത്രയും സെക്യൂരിറ്റി ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒന്നും കൂടി സെക്യൂരിറ്റി കൂട്ടിയതാണ് ആൻഡ്രോയിഡ് 10 11. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പാവപ്പെട്ടവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത്. കാരണം നമുക്ക് സെക്യൂരിറ്റിയെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആണ് മോഡ് ആപ്ലിക്കേഷൻസ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ചില മോഡ്സ് ഒന്നും നമ്മൾ ഇൻസ്റ്റാൾ ആവില്ല. ഓക്കെ, അത് സെക്യൂരിറ്റി റീസൺസ് കൊണ്ടാണ് എന്താ പറയുക ഇൻസ്റ്റാൾ ആവാതിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നല്ലതിനാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ചിലവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കാരണം നമുക്ക് ചിലതിന് മോഡ് ആപ്ലിക്കേഷൻ മസ്റ്റായിട്ട് വേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് അടക്കേണ്ടി വരും. അതുകൊണ്ട് എന്താ പറയുക, നമുക്ക് മസ്റ്റായിട്ട് വേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ശ്രമിച്ച് നോക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാവുന്നത്. ഇതെല്ലാം നിങ്ങൾ ചെയ്തുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങളിത് ഇൻസ്റ്റാൾ ആവുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എ പി കെ എഡിറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, അതിൽ കോമൺ എഡിറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് പാച്ച് ചെയ്തിട്ട് എന്താ പറയുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, കാരണം എ പി കെ എഡിറ്റർ അത്ര നല്ലൊരു ആപ്ലിക്കേഷൻ അല്ല. അതിൽ വൈറസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക ആ ആപ്ലിക്കേഷൻ്റെ വീഡിയോ ചെയ്യാത്തത്. ഓക്കെ, എ പി കെ എഡിറ്റർ വെച്ചിട്ടുള്ള അത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ കാണാം. എ പി കെ എഡിറ്റർ വെച്ചിട്ട് കുറേ പേര് ചെയ്യുന്നത്. പക്ഷേ ഈ എ പി കെ എഡിറ്റർ വെച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പ് ചിലപ്പോൾ എന്താ പറയുക ഇൻസ്റ്റാൾ ആവും, പക്ഷേ ഓപ്പൺ ആവാറില്ല. ഓക്കെ, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ എ പി കെ എഡിറ്റർ വെച്ചിട്ടുള്ള എന്താ പറയുക സൊല്യൂഷനൊന്നും ഞാൻ പറയുന്നില്ല. അല്ലാതെ ഞാൻ പറഞ്ഞിരുന്ന സ്റ്റെപ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റായിട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ടാപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ പ്ലേ പ്രൊട്ടക്റ്റ് എന്ന് കാണാം, അതിൽ ടാപ്പ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് ടേൺ ഓൺ, നിങ്ങളിലേക്ക് ഓൾറെഡി ഇത് ഓൺ ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നിങ്ങളിൽ ഉണ്ടാവുകയെന്ന്. ഓക്കെ, ഓൾറെഡി വെയിറ്റ് പിന്നെ നിങ്ങളിപ്പോൾ ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മേലത്തെ സെറ്റിങ്സിൽ പോകുക. ഇവിടെ ഒരു സെറ്റിങ്സ് കാണാം ഇതിൻ്റെ. അതിൽ നിങ്ങൾക്ക് ഇവിടെ സ്കാൻ ആപ്സ് വിത്ത് പ്ലേ പ്രൊട്ടക്റ്റ് ഉണ്ടാവും. അത് നിങ്ങൾ ജസ്റ്റ് ടേൺ ഓഫ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ആപ്പ് ഒന്ന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക, വർക്ക് ആവുന്നുണ്ടോ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി എന്താ പറയുക, സെക്കൻഡ് ടിപ്പ് പറഞ്ഞിട്ട് അതിന് നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോവുക. ഓക്കെ, അത് നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോവാം. അതിനുശേഷം നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വന്നിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ മാനേജർ, നിങ്ങളുടെ ഫോണിൽ എവിടെ കിടക്കുന്നതെന്ന് എനിക്കറിയില്ല, മിക്കവാറും താഴെയോ പിന്നെ ഒരേപോലെ ആയിരിക്കില്ല എല്ലാ ഫോണിലും. അപ്പോൾ നിങ്ങളെ ജസ്റ്റ് എന്താ പറയുക ആപ്ലിക്കേഷൻ മാനേജറിലോട്ട് പോകുക. ഓക്കെ, എന്നിട്ട് എന്താ പറയുക ആപ്ലിക്കേഷൻ മാനേജർ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യണം. അതിന് ശേഷം ഞാൻ ഓൾ ആപ്സ് കൊടുക്കുകയാണ്. ഇങ്ങളൊന്നും ഉണ്ടാവില്ല, ഓൾ ആപ്സ് ചിലപ്പോൾ ആദ്യം തന്നെ പേജ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾ ആപ്സ് കൊടുക്കുകയാണ്. നിങ്ങൾക്കിവിടെ ഡൗൺലോഡ്
പിന്നെ ഡൗൺലോഡ് നിന്ന് ഇങ്ങനെ അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ വരും. എനിക്കിപ്പോൾ വരുന്നില്ല അത്. നിങ്ങളിപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് പോയിട്ട് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എൻ്റെ അങ്ങനെ വരുന്നില്ല. അപ്പോൾ ഞാൻ സി ഓൾ ആപ്സ് കൊടുത്തിട്ട് സിസ്റ്റം ആപ്സും കൂടി എന്താ പറയുക എനേബിൾ ചെയ്തിട്ട് ഓൾ ആപ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ സിസ്റ്റം ആപ്പും കൂടി എന്താ പറയുക മൊത്തം ഓപ്പൺ ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾ മസ്റ്റായിട്ട് നോക്കണം. ഇപ്പം നിങ്ങളിലുള്ളത് സിസ്റ്റം ആപ്സ് അല്ല, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്സ് ആയിരിക്കും ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക ഓൾ ആപ്സ് കിട്ടാൻ, അതായത് സിസ്റ്റത്തിലുള്ള ആപ്പും കൂടി നമുക്കിതിന് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവിടെ മേലൊരു 3 ഡോട്ട് കാണാം. ഓക്കെ, നിങ്ങളിത് എവിടെ കിടക്കുന്നത് കാണില്ല, മിക്കവാറും അവിടെ തന്നെ ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് ഇവിടെ ഷോ സിസ്റ്റം ആപ്സ് എന്നുണ്ടാവും. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ സിസ്റ്റത്തിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും വരും. അതിൽ നിങ്ങൾ കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ, ഓക്കെ, കുറച്ച് ഡൗൺ ആയിട്ട് നിങ്ങൾ എന്താ പറയുക താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോരാ. ഓക്കെ 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 താഴോട്ട് കുറച്ച് വരുന്നുണ്ട്. ചെറിയ ലാഗ് അടിക്കുന്നുണ്ട് തോന്നുന്നു വീഡിയോ, സോറി കേട്ടോ. പിന്നെ ഓക്കെ താഴോട്ട് വരാം. ഓക്കെ ഓക്കെ നിങ്ങൾ ജസ്റ്റ് താഴോട്ട് വരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് മാനേജർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. ഓക്കെ, ഡൗൺലോഡ് മാനേജർ നിങ്ങൾ അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റോറേജ് ആൻഡ് ക്യാഷ് ഉണ്ടാവും അതിൻ്റെ. ഓക്കെ, അത് നിങ്ങൾ എന്താ പറയുക ക്ലിയർ സ്റ്റോറേജ് അടിക്കാം. ഓക്കെ, ആ സ്റ്റോറേജ് ക്ലിയർ ചെയ്ത് കളയാം. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയാൻ പറ്റില്ല, ടിപ്പ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ശ്രമിച്ച് നോക്കാവുന്ന കാര്യമുണ്ട്, ട്രിക്ക് എന്ന് പറയുന്നില്ല, ടിപ്പ്. ഓക്കെ, ഇതാണ് നിങ്ങൾ രണ്ടാമതായിട്ട് ചെയ്ത് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താ പറയുക മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ഞാൻ പറയാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്രോം വഴിയൊക്കെ ആയിരിക്കും നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക ക്രോമിൻ്റെ ആപ്പ് ഇൻഫോയിൽ ജസ്റ്റ് ഒന്ന് പോവുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ അഡ്വാൻസ്ഡിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് ഉണ്ടാവും. അത് നിങ്ങൾ ജസ്റ്റ് അലോ ചെയ്ത് കൊടുക്കുക. അത് ചിലപ്പോൾ ഓഫ് ആയിരിക്കും. അത് നിങ്ങൾ ഓൺ ആണോ എന്ന് മസ്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അത് മസ്റ്റായിട്ട് ഓൺ ചെയ്യണമെങ്കിൽ മാത്രമേ അതിൽ ഈ ക്രോം വഴി ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് ഫൈനലായിട്ട് ചെയ്ത് നോക്കേണ്ട ഒരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സെറ്റിങ്സിൽ തന്നെ പോകാം. ഓക്കെ, സെറ്റിങ്സിൽ പോയതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ അതേ പിന്നെ പേജിലേക്ക് തന്നെ പോകാം. ആപ്ലിക്കേഷൻ മാനേജറിൽ പോകാം. ശേഷം സി ഓൾ ആപ്സ് കൊടുക്കുക. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ സിസ്റ്റം ആപ്പ് പിന്നെ ഷോ ചെയ്യാം. സെർച്ച് ബാറിൽ നിങ്ങൾ സിസ്റ്റം എന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, സിസ്റ്റം എന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റം UI ആണ് കിടക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ സിസ്റ്റം ലോഞ്ചർ എന്നായിരിക്കും കിടക്കുന്നത്. അപ്പോൾ കൂടുതലും സിസ്റ്റം ലോഞ്ചറാണ് കിടക്കുന്നത്. ഇത് നോക്കിയ ഫോണാണ്, ഇതിൽ കുറേ അങ്ങനത്തെ മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ, എനിക്കിപ്പോൾ അത് ഇതിൽ ചെയ്യാൻ പറ്റില്ല, കാരണം ചെയ്ത എൻ്റെ റെക്കോർഡിങ് പോകും. ഓക്കെ, വീഡിയോ റെക്കോർഡ് കട്ടായി പോകും. അപ്പോൾ അതുകൊണ്ടാണ്, കാരണം ഇത് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫോർ സ്റ്റോപ്പ് കൊടുത്തിട്ട് നിങ്ങൾ ഓക്കെ കൊടുക്കുക. ഓക്കെ, ഫോർ സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്റ്റോറേജ് ആൻഡ് ക്യാഷ് കാണാം. അതിൽ നിങ്ങളിവിടെ ക്ലിയർ ക്യാഷ് അല്ല, ഇവിടെ ക്ലിയർ സ്റ്റോറേജ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സിസ്റ്റം ലോഞ്ചർ എന്നുള്ളവർക്ക് ഇവിടെ ക്ലിയർ സ്റ്റോറേജ് അവൈലബിൾ ആയിരിക്കും. അത് ടാപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ക്ലിയർ സ്റ്റോറേജ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങളൊരു സിസ്റ്റം UI മാത്രമാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിയർ ക്യാഷ് ചെയ്താൽ മതി. ഇത്രയും ടിപ്പ് മാത്രമേ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം ചെയ്തുകൊണ്ട് വർക്കാവുമെന്ന് ഗ്യാരണ്ടിയും ഞാൻ തരുന്നില്ല. നമുക്കെല്ലാം ശ്രമിച്ച് നോക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരിക്കലും ഗ്യാരണ്ടി ഇല്ല. പിന്നെ പ്ലേ സ്റ്റോറിൽ നിന്നാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ പ്ലേ സ്റ്റോറിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്യൂ വരാറുണ്ട്, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവാത്തത്. അതിന് നിങ്ങളൊന്നും ചെയ്യാനില്ല. അതിന് നിങ്ങൾ ആപ്പ് ഇൻഫോയിൽ ജസ്റ്റ് പ്ലേ സ്റ്റോറിൻ്റെ ആപ്പ് ഇൻഫോയിൽ പോവുക. അത് സ്റ്റോറേജ് ആൻഡ് ക്യാഷിൽ പോയിട്ട് ജസ്റ്റ് ക്ലിയർ സ്റ്റോറേജ് കൊടുത്താൽ തന്നെ ആ ഒരു ഇഷ്യൂ 90% എല്ലാവർക്കും സോൾവ് ആവും. അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളെല്ലാം എന്താ പറയുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്താ പറയുക അതൊന്ന് കമൻറ്റ് ചെയ്യാൻ വന്നിട്ട്. ഓക്കെ.